ടു ഇസാൻസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ 5 ബ്രെയിൻ ഡെവലപ്പിംഗ് ഫുഡിനെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന 5 ഫുഡ്സും കുട്ടികൾക്ക് 1 വയസ്സിന് മുകളിൽ കൊടുക്കേണ്ടതാണ്. കാരണം 1 വയസ്സ് കഴിയുമ്പോഴാണല്ലോ കുട്ടികൾ നടക്കാനും ഓടാനും ചാടാനും ഒക്കെ തുടങ്ങുന്നത്. അതുപോലെ തന്നെ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കൂടുതലായിട്ട് നടക്കുന്നതും 1 വയസ്സിന് ശേഷമാണ്. അതുപോലെ തന്നെ കുട്ടികൾ ലേൺ ചെയ്യാൻ തുടങ്ങുന്നതും ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടുമുള്ള ഡെവലപ്മെൻറ്റ്സ് എല്ലാം ഉണ്ടാവുന്നതും ഒക്കെ ഈ 1 വയസ്സിന് ശേഷമാണ്. പിന്നെ മറ്റൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ 1 വയസ്സിന് ശേഷമാണല്ലോ നമുക്ക് കുട്ടികൾക്ക് എല്ലാ ഫുഡ്സും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതായത് 1 വയസ്സ് വരെ കുട്ടികൾക്ക് എല്ലാ ഫുഡ്സും ഡൈജസ്റ്റ് ചെയ്യാനുള്ള കഴിവൊന്നും ഉണ്ടാവില്ല. 1 വയസ്സിന് ശേഷമാണ് നമുക്ക് കുട്ടികൾക്ക് വെറൈറ്റി ഓഫ് ഫുഡ്സൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പ്രായത്തിൽ തന്നെയാണ് നമുക്ക് കുട്ടികൾക്ക് ഈ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന ഫുഡ്സ് എല്ലാം കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. ഈ 5 ഫുഡ്സും കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് മാത്രമല്ല കുട്ടികളുടെ ഗ്രോത്തിനും വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് ഫുഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഗ്രീൻ വെജിറ്റബിൾസ് ആണ്. ഗ്രീൻ വെജിറ്റബിൾസ് നമുക്ക് കുട്ടികൾക്ക് 6 മാസം കഴിഞ്ഞ് കൊടുക്കാവുന്നതാണ്. 6 മാസം കഴിഞ്ഞ് കുട്ടികൾക്ക് കൊടുക്കുന്ന റൈസിൻ്റെ കൂടെ വേവിച്ച് ഉടച്ച് നമുക്ക് ഈ ഗ്രീൻ ലീഫ് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് കുട്ടികൾക്ക് വെജിറ്റബിൾസ് നന്നായിട്ട് പുഴുങ്ങി അതിൻ്റെ വെള്ളവും 6 മാസം കഴിഞ്ഞ് കൊടുക്കാൻ സാധിക്കും. 1 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം തന്നെ ഏത് രീതിയിൽ വേണമെങ്കിലും കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഗ്രീൻ വെജിറ്റബിൾസ് കുട്ടികൾക്ക് കൊടുക്കുന്നത് അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഒരുപാട് പേർ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് ഒക്കെ ഏതൊക്കെയാണെന്ന്. നമ്മൾ കുട്ടികളുടെ ഡെയിലി ഡയറ്റിൽ ഈ വെജിറ്റബിൾസ് എല്ലാം ഉൾപ്പെടുത്തിയാൽ നമുക്ക് ഈ സപ്ലിമെൻറ്റ്സ് കൊടുക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കും. അതായത് ഈ സപ്ലിമെൻറ്റ്സിൽ കൂടെ കിട്ടുന്ന വൈറ്റമിൻസ് എല്ലാം തന്നെ ഈ വെജിറ്റബിൾസിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡെയിലി ബേസിസിൽ കുട്ടികളുടെ ഡയറ്റിൽ ഈ ഗ്രീൻ ലീഫി വെജിറ്റബിൾസും അതുപോലെ ഗ്രീൻ വെജിറ്റബിൾസ് എല്ലാം ഉൾപ്പെടുത്തിയാൽ അത് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ഗ്രോത്തിനും അതുപോലെ കുട്ടികൾക്ക് ഒരു വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാവാതിരിക്കാനും വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈ വെജിറ്റബിൾസ് എല്ലാം പ്യൂരിയാക്കിയും നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. രണ്ടാമത്തായിട്ട് എഗ്ഗാണ്. ഒരു എഗ്ഗ് കംപ്ലീറ്റ് ആയിട്ടും 1 വയസ്സ് കഴിഞ്ഞുള്ള കുട്ടികൾക്കാണ് കൊടുക്കാൻ പാടുള്ളൂ. കാരണം എഗ്ഗിൻ്റെ വൈറ്റ് പാർട്ട് 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ദഹിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. കുട്ടികൾക്ക് 8 മാസം കഴിയുമ്പോൾ നമുക്ക് എഗ്ഗ് യോക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. അതായത് മുട്ടയുടെ ആ മഞ്ഞ ഭാഗം. മുട്ടയുടെ യോക്ക് മുട്ടയുടെ വൈറ്റ് പാർട്ടിനേക്കാളും വേഗത്തിൽ ദഹിക്കും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ആദ്യം മുട്ടയുടെ മഞ്ഞക്കരു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുട്ടികൾക്ക് 1 വയസ്സിന് ശേഷം നമുക്ക് മുട്ട കംപ്ലീറ്റ് ആയിട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ കുട്ടികളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് മുട്ട കംപ്ലീറ്റ് ആയിട്ടും ഡൈജസ്റ്റ് ചെയ്യിക്കാനുള്ള കഴിവുണ്ടാകും. എഗ് വൈറ്റിൽ പ്രോട്ടീൻ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത് കുട്ടികൾക്ക് 1 വയസ്സിന് മുമ്പ് ദഹിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഈ എഗ്സ് കുട്ടികൾക്ക് 1 വയസ്സിന് ശേഷം കൊടുക്കുന്നത് കുട്ടികളുടെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും വളരെ നല്ലതാണ്. അപ്പോൾ എന്താണെങ്കിലും 1 വയസ്സിന് ശേഷം കുട്ടികളുടെ ഫുഡിൽ മുട്ട ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്ന ഒരു ഫുഡ് ഏതാണെന്ന് വെച്ചാൽ യോഗേർട്ടാണ്. അതായത് തൈര് മോര് എന്നൊക്കെ പറയുമല്ലോ അത് നമുക്ക് കുട്ടികൾക്ക് 6 മാസത്തിന് ശേഷം ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. 6 മാസത്തിന് ശേഷം കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഡയറി പ്രോഡക്ട്സിലൊന്നാണ് ഈ യോഗട്ട്. ഈ യോഗട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നത് കുട്ടികളുടെ കോൺസെൻട്രേഷനും ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും എല്ലാം വളരെ നല്ലതാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്യാനും ഈ യോഗട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതായത് നമ്മൾ കുട്ടികൾക്ക് 6 മാസം കഴിഞ്ഞ് ഓരോ ഫുഡ്സും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ഡൈജസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഈ യോഗട്ട് റൈസിൻ്റെ കൂടെ കുറച്ച് കൊടുത്താലും മതിയാവും. കുട്ടികൾക്ക് അത് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമുണ്ടാവും. അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റും കുട്ടികൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് യോഗട്ട് റൈസ് ഉടച്ചിട്ട് അതിൻ്റെ കൂടെയും അതുപോലെ 1 വയസ്സ് കഴിഞ്ഞാൽ സ്മൂത്തീസ് ഒക്കെ ആയിട്ടും കൊടുക്കാവുന്നതാണ്. 1 വയസ്സിന് മുമ്പ് കുട്ടികൾക്ക് യോഗട്ടിൻ്റെ കൂടെ ഉപ്പോ മധുരമോ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. 1 വയസ്സിന് ശേഷം നമുക്ക് ഇതെല്ലാം ആഡ് ചെയ്യാം. ഇനി നമുക്ക് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ് ആപ്പിൾ. ആപ്പിളും നമുക്ക് 6 മാസം കഴിഞ്ഞ് കൊടുക്കാൻ സാധിക്കും. പക്ഷേ 1 വയസ്സ് കഴിഞ്ഞാണ് ആപ്പിൾ റോ ആയിട്ട് കൊടുക്കാൻ നല്ലത്. ആപ്പിൾ വേവിക്കാതെ തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലത് ഒരു 10 മാസം അല്ലെങ്കിൽ 1 വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ്. അതിനു മുമ്പ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നന്നായിട്ട് വേവിച്ച് ഉടച്ച് പ്യൂരിയാക്കി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ ഡെയിലി കുട്ടികൾക്ക് ആപ്പിൾ കൊടുക്കുന്നത് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും ഈ ഫുഡ്സൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ 1 വയസ്സ് കഴിഞ്ഞ് നമ്മൾ കുട്ടികൾക്ക് ആനിമൽ മിൽക്കൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഈ ആപ്പിൾ ചേർത്ത് ഷെയ്ക്കാക്കി കൊടുക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. ഇനി 5ാമത്തെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്ന ഒരു ഫുഡ് എന്താണെന്ന് വെച്ചാൽ നട്ട്സ് ആൻഡ് സീഡ്സ് ആണ്. നട്ട്സിൽ ഒരുപാട് പ്രോട്ടീൻസും വൈറ്റമിൻസും മിനറൽസും എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നട്ട്സും സീഡ്സും ഒക്കെ കുട്ടികളുടെ ഫുഡിൽ ഉൾപ്പെടുത്തുന്നത് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും അതുപോലെ കുട്ടികളുടെ നെർവസ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനും ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നട്ട്സ് നമുക്ക് കുട്ടികൾക്ക് ഒരു 10 മാസം അല്ലെങ്കിൽ 1 വയസ്സ് കഴിഞ്ഞാണ് കൊടുക്കുന്നത് നല്ലത്. കാരണം അധികം കുട്ടികൾക്ക് നട്ട്സിന് അലർജി കണ്ടുവരാറുണ്ട്.
അപ്പോൾ ഒരു വയസ്സിന് മുമ്പ് നട്ട്സൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ കുട്ടികൾക്ക് ഡൈജസ്റ്റ് ചെയ്യാനും വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ചില കുട്ടികൾക്ക് അലർജി പ്രോബ്ലംസും വരാറുണ്ട്. പക്ഷെ നമുക്ക് ധൈര്യമായിട്ട് തന്നെ ഒരു വയസ്സിന് ശേഷം കുട്ടികൾക്ക് നട്ട്സൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. നട്ട്സ് നമുക്ക് കുട്ടികൾക്ക് പീനട്ട് ബട്ടർ ആയിട്ട് കൊടുക്കാം. പീനട്ട് ബട്ടർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കട്ടോ. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് നട്ട്സ് പീനട്ട് ബട്ടർ ആയിട്ട് ബ്രെഡിലും അതുപോലെ ചപ്പാത്തിയിലും ഫുഡിലും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്ന പാലിൽ ബദാമും കാഷ്യും ഒക്കെ അരച്ച് മിക്സ് ചെയ്ത് നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കുട്ടികളുടെ ഫുഡിൽ നട്ട്സും സീഡ്സും എല്ലാം ആഡ് ചെയ്യുന്നത് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കുട്ടികളുടെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യാനും വളരെ നല്ലതാണ്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ കുട്ടികൾക്ക് ഈ നട്ട്സും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം പൗഡറാക്കി വെച്ചിട്ട് കുട്ടികളുടെ ഫുഡിലൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതാവും ഏറ്റവും എളുപ്പം. അപ്പോൾ ഇത്രയുമാണ് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്ന ഫുഡ്സ്. ഇത് ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് മാത്രമല്ല, കുട്ടികളുടെ ഗ്രോത്തിനെയും ഡെവലപ്മെൻറ്റിനെയും അതുപോലെ തന്നെ കുട്ടികൾക്ക് വെയിറ്റ് ഇൻക്രീസ് ചെയ്യാനും ഒക്കെ വളരെ നല്ലതാണ് ഞാൻ ഈ പറഞ്ഞ 5 ഫുഡ്സും. അപ്പോൾ ഞാൻ എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ, ടേക്ക് കെയർ.